ഒരു മോട്ടോർ സെലക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹൈ ഹെഡ് മോട്ടറുകൾ ലോ ഹെഡിൽ ഉപയോഗിക്കരുത് എന്നുള്ളത്. എന്നാൽ ഈ ലോ ഹെഡ് ഹൈ ഹെഡ് എന്ന അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് ക്ലാസിക് പുറത്തിറക്കുന്ന മോഡലാണ് CM11H എന്ന് പറയുന്ന ഒരു സെൻട്രിഫ്യൂഗൽ മോണോബ്ലോക്ക് പമ്പ്. ഈ പമ്പുകളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റൈഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നതാണ് ക്ലാസിക്കിൻ്റെ CM11HH എന്ന് പറഞ്ഞ 1.5 HP ഒരു സെൻട്രിഫ്യൂഗൽ മോണോബ്ലോക്ക് പമ്പ്. ഇത് 1 ഇഞ്ച് സെക്ഷൻ 1 ഇഞ്ച് ഡെലിവറി വരുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് കുറഞ്ഞ ഹെഡിലും കൂടിയ ഹെഡിലും ഒരേപോലെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് കമ്പനി പറയുന്നത് ഇത് മിനിമം 6 മീറ്റർ മുതൽ മാക്സിമം 42 മീറ്റർ വരെ ഹെഡ് റേഞ്ചിലേക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ വളരെ ഹെഡ് കൂടിയ മോട്ടറുകൾ നമ്മൾ ലോ ഹെഡിൽ ഉപയോഗിക്കാൻ നേരത്ത് ആ മോട്ടറിൻ്റെ ഡിസ്ചാർജ് കൂടുന്നതോടൊപ്പം തന്നെ അതിൻ്റെ കറണ്ട് വേരിയേഷൻ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ അതിന് ഹീറ്റ് ജനറേറ്റ് ചെയ്യും, മോട്ടറിൻ്റെ കോയിൽ ഷോർട്ട് ആവാനുള്ള പല ചാൻസുകളും ഉണ്ട്. ഇത് അതൊന്നും ഇല്ലാതെ നമുക്ക് തീരെ കുറഞ്ഞ ഹെഡിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. അത് നമുക്ക് ടെസ്റ്റിങ്ങിലൂടെ തന്നെ കണ്ടുപിടിക്കണം. ഇതിൻ്റെ ആവറേജ് ഒരു ഡിസ്ചാർജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 24 മീറ്ററിൽ നമുക്ക് 145 LPM അതേപോലെ തന്നെ ഇതിൻ്റെ റേറ്റഡ് ഹെഡ് കമ്പനി കൊടുത്തിരിക്കുന്നത് ഏകദേശം 36 മീറ്ററാണ്. 36 മീറ്ററിൽ പോലും 4000 ലിറ്ററിന് മേലെ ഒരു ഡിസ്ചാർജാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് ഇതൊക്കെ ഇതിൻ്റെ ഡിസ്ചാർജ്, ഇതിൻ്റെ കറണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കാം. അതിനുശേഷം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ കാര്യങ്ങളും ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ മനോജനാണ് ഇന്ന് നമ്മുടെ ടെസ്റ്റിങ്ങിന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്കറിയാമെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് മനോജനോട് ചോദിക്കാം. നമുക്ക് ഈ ഹൈ ഹെഡ് മോട്ടറുകൾ എന്ന് പറഞ്ഞു, ഹൈ ഹെഡ് മോട്ടറുകൾ വളരെ ഹെഡ് കൂടിയ മോട്ടറുകൾ നമ്മൾ ലോ ഹെഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ എന്താ സംഭവിക്കുമെന്ന് പറയാം. ഹൈ ഹെഡ് മോട്ടറുകൾ ലോ ഹെഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ട് അതിന് പ്രൊപ്പോർഷനായിട്ട് കൂടും, മോട്ടറിൻ്റെ ഡിസ്ചാർജ് കൂടും, അതനുസരിച്ച് മോട്ടറിൻ്റെ കറണ്ടും കൂടും. ഓക്കെ, അത് മോട്ടറിനെ മോശമായിട്ട് ബാധിക്കുമോ? മോട്ടർ ഓവർ ഹീറ്റിംഗ് ആവും, മോട്ടറിൻ്റെ ഒരു റേറ്റിംഗ് ടെമ്പറേച്ചർ ഉണ്ട്, അത് കൂടും. ഓക്കെ, അതിൻ്റെ ഇൻസുലേഷൻ പേപ്പറുകളൊക്കെ ഡാമേജ് ആവും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആകെ ഒരു അര അടി പോലും ഇല്ല അല്ലേ, ഒരു 6 ഇഞ്ച്, ഒരു 6 ഇഞ്ച് സെക്ഷൻ മാത്രമാണ് പമ്പിന് കൊടുത്തിട്ടുള്ളൂ. ആകെ കൊടുത്തിരിക്കുന്ന ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ ഹൈറ്റിൽ നിന്ന് തെരിച്ച് ഈ ഒരു ലെവലിൽ തന്നെ വെള്ളം ചാടിക്കുകയാണ്. മൊത്തത്തിൽ വാട്ടർ ലെവലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരടി അല്ലേ, ഒരടി കൂടുതലുണ്ടോ ഡിഫറൻസ്? അതെ, ഒരു 1 ഫീറ്റിൻ്റെ ഡിഫറൻസാണ് ടോട്ടലി കൊടുത്തിട്ടുള്ളൂ. ഇത്രയും ഹെഡ് കുറവിൽ ഈ മോട്ടർ ഉപയോഗിക്കാൻ പറ്റുമോ? നോർമൽ മോട്ടറുകൾ ഉപയോഗിക്കാൻ സാധിക്കില്ല. നോർമലി നമുക്ക് ഇത്രയും തീരെ ഹെഡ് കുറവില്ല, പ്രത്യേകിച്ച് സെക്ഷൻ കുറച്ചുകൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡ് ഇത്തിരി കുറയ്ക്കായിരുന്നു. കുറച്ച് ഈ സെക്ഷനും ഇല്ല, ഡെലിവറി ഹെഡ് ഇല്ലാണ്ട് വരാൻ നേരത്ത് വളരെ ഓവർ ലോഡിങ് ആയിട്ടാണ് സാധാരണ ഈ ഒരു അവസ്ഥയിൽ മോട്ടറുകൾ വർക്ക് ചെയ്യേണ്ടത്. ഓൺ ചെയ്യട്ടെ. ഓക്കെ, നമ്മുടെ മോട്ടർ ഇപ്പോൾ എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.8 ആണ്. ഈ മോട്ടർ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു ഏറ്റവും മോശം അവസ്ഥ എന്ന് പറഞ്ഞ അവസ്ഥയിൽ അടിച്ചിട്ടും മോട്ടർ എടുക്കുന്ന കറണ്ട് 9.7 9.8 ആംപിയറാണ് ഈ മോട്ടർ എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ ഇത്രയും ഹെഡില്ലാത്ത ഇത്രയും ഒരു 1 ഫീറ്റ് മാത്രം ഡിഫറൻസ് കൊടുത്തിട്ടും ഈ മോട്ടർ എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 10 ആംപിയറിൽ താഴെ 9.8 9.7. അപ്പോൾ നമുക്ക് ഈ പമ്പ് ലോ ഹെഡിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും യൂസ് ചെയ്യാൻ പറ്റും, കാരണം റേറ്റഡ് ഹെഡിന് പറ്റിയാണ് നിൽക്കുന്നത്. അതെ, അപ്പോൾ റേറ്റഡ് ഹെഡിൽ നമുക്ക് ഏകദേശം എടുക്കേണ്ടത് 9 ആംപിയറാണെന്നാണ് കമ്പനി പറയുന്നത്. ഇപ്പോൾ എടുക്കുന്നത് 9.7 9.8. ചെറിയൊരു മാക്സിമം ഒരു 0.8 ആംസിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 10 ലിറ്റർ ബക്കറ്റ് നിറയാനെടുക്കുന്ന സമയം ഇതിൻ്റെ ഡിസ്ചാർജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഓണായി, ടൈമർ ഓണായി. ഓക്കെ, ഏകദേശം എടുത്ത സമയം എന്ന് പറയുന്നത് 4.64 സെക്കൻഡാണ് നിറയാനെടുത്ത സമയം എന്ന് പറയുന്നത്. 9000 ലിറ്ററിന് മേലെ ഡിസ്ചാർജാണ് നമ്മൾ ഈ പറയുന്ന ലോ ഹെഡിൽ കിട്ടുന്നത്. ആ സമയത്ത് എടുക്കുന്ന കറണ്ട് ഏകദേശം 9.7 9.8 ആംപിയറാണ് ഈ ഫുൾ ഓപ്പണിങ്ങിൽ എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഇതൊരു മിനിമം ലോഡ് നമുക്കൊരു 20 മീറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കാം, പിന്നെ ഇതിൻ്റെ റേറ്റഡ് ഹെഡിൽ ചെക്ക് ചെയ്ത് നോക്കാം, പിന്നെ ഇതിൻ്റെ മാക്സിമം ഹെഡ് എത്ര കിട്ടുമെന്ന് നോക്കാം. ഇവർ പറയുന്ന 42 മീറ്ററാണ്. 42 മീറ്റർ ഹെഡ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഒരു 20 മീറ്റർ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നിലവിൽ ഈ മോട്ടർ കറക്റ്റ് 20 മീറ്റർ ഹെഡ് നമ്മൾ ഗേജിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് 4.41 സെക്കൻഡ് സമയമാണ് നമ്മുടെ ഈ പറഞ്ഞ 13 ലിറ്റർ നിറയാനെടുത്ത സമയം. നമ്മളിപ്പോൾ കണക്ക് കൂട്ടിയത് വെച്ചിട്ട് നമുക്ക് ഏകദേശം 20 മീറ്ററിലും ഈ പറഞ്ഞൊരു 160 മുതൽ 170 LPM വരെ ഡിസ്ചാർജ് നമുക്ക് ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതായത് അപ്രോക്സിമേറ്റ് ഒരു 9000 ലിറ്ററിന് മേലെ ഡിസ്ചാർജ് നമ്മളിപ്പോൾ പറഞ്ഞ് 20 മീറ്ററിലും കിട്ടുന്നുണ്ട്.
ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഇതിൻ്റെ റേറ്റഡ് ഹെഡായ 36 മീറ്ററിൽ ഏകദേശം കമ്പനി പറയുന്നത് 70 LP, ഒരു 4000 ലിറ്ററിന് മേലെ ഡിസ്ചാർജ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ഗേജ് 36 സെറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗേജ് ഏകദേശം 35 മീറ്ററിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തുള്ള ഡിസ്ചാർജാണ്. കാഴ്ചയിൽ നമ്മൾ ആദ്യം കണ്ടതിൽ നിന്ന് വലിയൊരു മാറ്റമൊന്നും ഇപ്പോഴും ഇല്ല. എന്തായാലും ഡിസ്ചാർജ് കുറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ കറണ്ട് നോക്കുവാണെങ്കിൽ ഇപ്പോൾ എടുക്കുന്നത് 9.2 ആംപിയർ ആണ് ഇപ്പോൾ എടുക്കുന്ന കറണ്ട് കൺസപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഒന്ന് വെള്ളത്തിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ റെഡി, ഇതാ നമ്മളിനി 36 മീറ്ററിലുള്ള ഡിസ്ചാർജാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് എടുത്ത സമയം 6.92 സെക്കൻഡ് സമയമാണ് നമ്മളൊന്ന് അറിയാനെടുത്തത്. നമുക്ക് 36 മീറ്ററിൽ നിലവിൽ കിട്ടിയത് 6400 ലിറ്ററിനടുത്ത് വെള്ളമാണ്. ഈ പറഞ്ഞ 36 മീറ്ററിൽ കിട്ടിയത്. നമുക്ക് കിട്ടേണ്ടി വരുന്നത് 4000 മുതൽ 4500 ഈ ഒരു പോയിന്റിൽ നമുക്കിപ്പോൾ ഡിസ്ചാർജ് കൂടുതൽ കാണിക്കുന്നുണ്ട്. നമ്മളത്ര പ്രിസിഷനായിട്ടൊന്നും അല്ല അളക്കുന്നത്. ഇനി ഇതിൽ 1000 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ പോലും നമ്മൾ കമ്പനി പറയുന്നതിന് മേലെ ഡിസ്ചാർജ് നമുക്കിപ്പോൾ എന്തായാലും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു ആവറേജ് ഒരു 40-42 മീറ്ററാണ് കമ്പനി പറയുന്ന മാക്സിമം ഹെഡ്. ആ 42 മീറ്റർ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 42 മീറ്ററിന് മേലെ ഹെഡ് ഉണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഇത് പ്രാക്ടിക്കലി 42 മീറ്റർ വരെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് അറിയണം. അപ്പോൾ നമുക്കൊരു 42 സെറ്റ് ചെയ്ത് നോക്കിയാലോ. 42 മീറ്റർ ഹെഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വളരെ മോശമല്ലാത്തൊരു ഡിസ്ചാർജ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടിക്കൊണ്ടിരിക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും വെള്ളം പ്രതീക്ഷയില്ല. കാരണം നമുക്ക് ആവറേജ് 42 മീറ്ററിൽ ഒരു 1500 ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ കിട്ടേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ നല്ല ഡിസ്ചാർജ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ഷട്ട് ഓഫ് ഹെഡ് എങ്ങനെ പോയാലും ഒരു 45 മീറ്ററിന് മേലെ ആവറേജ് ഷട്ട് ഓഫ് ഹെഡ് നമുക്ക് കിട്ടും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൺ നമുക്ക് 42 മീറ്ററിലുള്ള ഡിസ്ചാർജാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫില്ലായി. നമുക്കെടുത്ത സമയം 9.29 സെക്കൻഡ് സമയമാണ് നമുക്കെടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഏകദേശം 1.3 ലിറ്റർ ഒരു സെക്കൻഡ് കിട്ടുന്നുണ്ട്. അതായത് ആവറേജ് 4000 ലിറ്ററിന് മേലെ ഡിസ്ചാർജാണ് ഈ 42 മീറ്ററിൽ കിട്ടുന്നത്. അത്രയും കിട്ടിയില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മളൊരു ഏകദേശം ഒരു 2500 മുതൽ 3000 ലിറ്റർ വരെ എന്തായാലും കിട്ടും. കാരണം നമ്മൾ ഇത് അത്ര കറക്റ്റായിട്ടല്ല മെഷർ ചെയ്യുന്നത്. ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. എന്നാലും ഒരു നല്ല രീതിയിലുള്ള ഡിസ്ചാർജ് ഉണ്ട്. ആശാൻ എന്താണ് പറയാനുള്ളത്? ആശാൻ കുറച്ച് നേരമായിട്ടൊന്നും പറഞ്ഞില്ല. എന്താണ് ഇതിൻ്റെ ഡിസ്ചാർജിനെ കുറിച്ച് പറയാനുള്ളത്? ഒരു 42 മീറ്ററിൽ നമുക്ക് ആവറേജ് 4000 ലിറ്ററാണ് നമ്മളിപ്പോൾ മെഷർ ചെയ്തപ്പോൾ കിട്ടിയത്. ഡിസ്ചാർജിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? സാധാരണ ഷാലോ ജെറ്റുകളാണ് ഈ ഹെഡിലേക്ക് ഉപയോഗിക്കുന്നത്. അതിനെ പെർഫോമൻസ് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിസ്ചാർജ് ഉണ്ട്. ഓക്കെ, നമ്മുടെ കറണ്ട് കൺസപ്ഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ മറന്നു. 42 മീറ്ററിലൊന്ന് ഓൺ ചെയ്ത് തൊട്ടാൽ നമുക്കിപ്പോൾ എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7.9 ആംപിയറാണ് നമുക്ക് ഈ സമയത്ത് എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞത്. 7.9 ആംസാണ് നമ്മുടെ ഈ സമയത്ത് എടുക്കുന്ന കറണ്ട്. ഈ സമയത്തുള്ള വെള്ളത്തിൻ്റെ ഡിസ്ചാർജ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ തീരെ മോശമല്ലാത്തൊരു ഡിസ്ചാർജ് നമുക്ക് 42 മീറ്ററിലും പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രാക്ടിക്കലി മോട്ടർ 42 മീറ്ററിൽ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള ഡിസ്ചാർജ് കിട്ടുന്നുണ്ട്. ഇനി ഇത് എത്ര ഹെഡ് മാക്സിമം കിട്ടുമെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എത്ര വരെ പോകാൻ സാധ്യതയുണ്ട്? നമ്മുടെ ആവറേജ് 42 മീറ്ററിൽ ഈ ഡിസ്ചാർജ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മോട്ടർ ഏകദേശം മാക്സിമം ഹെഡ് എത്ര വരെ പോകാൻ സാധ്യതയുണ്ട്? 50 മീറ്റർ. ഓക്കെ, അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ ഏകദേശം 45 മീറ്റർ എത്തിയിട്ടുണ്ട്. 45 മേലെ പോകും. 45 മീറ്ററിൽ ഓൾമോസ്റ്റ് 42 മീറ്ററിൻ്റെ അത്ര തന്നെ ഡിസ്ചാർജ് കാണിക്കുന്നുണ്ട്. 2000 മുതൽ 2500 വരെയുള്ള ഡിസ്ചാർജ് ആവറേജ് പ്രതീക്ഷിക്കാം. ഒരു 48 മീറ്റർ എത്തിയിട്ടുണ്ട്. ഒരു 1000 ലിറ്ററിന് മേലെ ഉണ്ടാവും അല്ലേ? 1000 മുതൽ 1500 ലിറ്റർ വരെ. ഇതിപ്പോൾ കറക്റ്റ് 50 മീറ്റർ. 50 മീറ്ററിൽ ഒരു 200 ലിറ്റർ ഉണ്ടാവുമായിരിക്കും അല്ലേ? അപ്പോൾ 200 മേളുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്രാക്ടിക്കലി നമുക്കിപ്പോൾ ഈ മോട്ടർ എത്ര വരെ ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മീറ്റർ വരെ തീർച്ചയായിട്ടും ഇതിന് ഹെഡുണ്ട്. നമുക്കിതാ 45 മീറ്ററിലുള്ള ആവറേജ് ഡിസ്ചാർജ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് 45 മീറ്ററിൽ. അപ്പോൾ 45 മീറ്റർ എന്ന് പറഞ്ഞൊരു പ്രാക്ടിക്കൽ ഹെഡിലേക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ മോട്ടർ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ എടുക്കുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 7.4 ആംപിയറാണ് ഈ ഒരു സമയത്ത് എടുക്കുന്ന കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഈ മോട്ടർ ലോ ഹെഡിൽ അടിച്ച് കണ്ടു, ഒരു മീഡിയം ഹെഡിൽ റേറ്റഡ് ഹെഡിൽ അടിച്ച് കണ്ടു, മാക്സിമം ഹെഡിൽ. അതായത് ഒരു 45 മീറ്റർ വരെ ആവറേജ് 2000 ലിറ്ററിൻ്റെ മേലെ ഡിസ്ചാർജ് വരുന്നുണ്ട്. ഒരു 45 മീറ്ററിൻ്റെ വരെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാമെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്താണ് ആശാൻ്റെ ഒരു കൺക്ലൂഷൻ? ആവശ്യമല്ല, ഒരു വൈഡ് റേഞ്ചിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പമ്പാണ് ഇത്. ഇതുവരെ വൈഡ് റേഞ്ചിൽ ഉപയോഗിച്ചുകൊണ്ടെന്ന് വെച്ചാൽ ഷാലോ ജെറ്റാണ്. അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ പമ്പ് വൈഡ് റേഞ്ച് ആപ്ലിക്കേഷനിൽ ഉപയോഗിക്കാൻ പറ്റും. മറ്റേ എത്ര ഡിസ്ചാർജ് ഇല്ലോ? ഷാലോ ജെറ്റ് മാക്സിമം ഡിസ്ചാർജ് കുറവാണ്. ലോ ഹെഡിൽ ഹെഡ് കൂടുന്തോറും ഡിസ്ചാർജ് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. ഓക്കെ,
കാരണം അത് ലോ ഹെഡിൽ തന്നെ 4000-4500 ലിറ്റർ അല്ലേ ഒരു 1 HP ഷാലോ ജെറ്റിന് ഉണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലോ ഹെഡിൽ കിട്ടിയത് ഏകദേശം 9000 ലിറ്ററിനടുത്ത് ലോ ഹെഡിൽ തന്നെ ഡിസ്ചാർജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിസ്ചാർജ് ഉണ്ട്. ഒരു വൈഡ് റേഞ്ചിൽ എന്തായാലും ഉപയോഗിക്കാൻ പറ്റും. വൈഡ് റേഞ്ചിൽ ഉപയോഗിക്കാം. ബാക്കിയുള്ള പമ്പുകളെ കമ്പയർ ചെയ്യുമ്പോൾ വൈഡ് റേഞ്ചിൽ ഉപയോഗിക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് അഴിച്ചു നോക്കി മൊത്തം ഒന്ന് ഡിസ്മാൻഡിൽ ചെയ്യാം. പമ്പ് ഡിസ്മാൻഡിൽ ചെയ്താൽ ആദ്യം ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഹെവി ആയിട്ടുള്ള കാസ്റ്റിങ്ങും വെറ്റ് പാർട്സുകൾ PU കോട്ടിങ് ചെയ്തേക്കുന്നതുമാണ്. രണ്ടാമത് ഇമ്പലർ നൊറൈൽ ടൈപ്പ് ഇമ്പലറാണ്. ഇതിൻ്റെ ഓടിയും കമ്പനിയും മെറ്റീരിയലും നമ്മളിപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, അത് കോപ്പി ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെയാണ്. രണ്ടാമത് വൈൻഡിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞാൽ F ക്ലാസ് വൈൻഡിങ് ആണ്. നോമാക്സ് എന്ന് പറഞ്ഞ പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത്. TOP കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഹീറ്റ് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ. SKF ആണ് ബെയറിംഗ് വരുന്നത്. റോട്ടർ ഉൾപ്പെടെ നമ്മൾ PU കോട്ടിങ് ചെയ്ത് നല്ല വൃത്തിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ബാക്ക് കവർ വരെ നമ്മൾ റെഡ് ഓക്സൈഡ് പ്രൈമർ എല്ലാം അടിച്ച് വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫാസ്റ്റ്നേഴ്സ്, സ്ക്രൂ, നെറ്റ്, ബോൾട്ട് എല്ലാ സാധനങ്ങളും വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലുമാണ്. ഓവറോൾ ഒരു നല്ല കൺസ്ട്രക്ഷനുള്ള ടൈപ്പ് ഒരു മോഡലാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടെസ്റ്റിങ്ങിൽ നിന്ന് ECM 11HH എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നമുക്ക് ലോ ഹെഡിൽ ഉപയോഗിക്കാൻ മനസ്സിലായി, ഹൈ ഹെഡിലും ഉപയോഗിക്കാമെന്ന് മനസ്സിലായി, മീഡിയം ഹെഡിലും ഉപയോഗിക്കാമെന്ന് മനസ്സിലായി. അത്യാവശ്യം നല്ല രീതിയിൽ ബിൽറ്റ് ചെയ്തിട്ടുള്ള നല്ല കൺസ്ട്രക്ഷനിൽ വരുന്ന ഏത് റേഞ്ചിലും ഉപയോഗിക്കാവുന്ന ഒരു മോഡലാണിത്. ഇതിൻ്റെ ആവറേജ് റേഞ്ച് വരുന്ന എനിക്ക് തോന്നുന്നു ഒരു 12000 മുതൽ 13000 രൂപ വരെ ആവറേജ് ഇതിന് കോസ്റ്റ് വരും. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ എക്സ്പീരിയൻസും പുതിയ മോഡലുകളും നമ്മുടെ പെർഫോമൻസ് ഒക്കെ കാണാനായിട്ട് തുണ്ടത്തിൻ്റെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.